ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എത്ര കാലത്ത് മറച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മയുടെ മുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ മഹാരഹസ്യം എത്ര കാലം അങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. വല്ലാത്തൊരു ഭയം തോന്നുന്നു അമ്മേ. ഈശ്വര, ഞാൻ എവിടെ ചെന്ന് എന്റെ മോളെ കണ്ടുപിടിക്കും? ഹലോ. ഹലോ, തങ്കേച്ചിയല്ലേ? അതെ, ആരെ? തങ്കേച്ചി ഇപ്പൊ എവിടെയാ നിക്കുന്നേ? അത് പിന്നെ ഞാനിവിടെ സിറ്റിയിൽ വന്ന് ഓട്ടോയിൽ ഇറങ്ങി. എങ്ങോട്ട് പോണോന്നറിയാതെ. മോളാരാ? ഞാൻ കൃഷ്ണയുടെ കൂട്ടുകാരി ഉണ്ണിമായെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണയെ അന്വേഷിച്ച്. മോളിവിടെ സിറ്റി തന്നെ ഉള്ളതാണോ? കൃഷ്ണയെ അറിയോ? ഉണ്ണിമായി ഇപ്പോ എന്റെ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു തങ്കേച്ചി ഉണ്ണിമായി അറിയാതെ സിറ്റിയിലേക്ക് പോന്നിട്ടുണ്ടെന്ന്. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു മനസമാധാനവും കിട്ടുന്നില്ല. എന്റെ കൃഷ്ണമോൾ എവിടെയാണെന്ന് മോക്കറിയോ? എനിക്കറിയാം തങ്കേച്ചി ഇപ്പൊ എവിടെയാ നിക്കുന്നേന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഒരു പള്ളിയുടെ മുന്നില്. ശരി, തങ്കേച്ചി അവിടെ തന്നെ നിക്ക്, എങ്ങോട്ടും പോവല്ലേ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. എന്നാലും ഇവിടെ കൃഷ്ണമോളെ ഇത്ര നന്നായി അറിയുന്ന ആരാ? നവീൻ, നീ എവിടെ പോവാ? കുറെ നേരം ഗാഥയെ ഫോണിൽ വിളിക്കുന്നു, കിട്ടുന്നില്ല. സിത്താരമ്മന്റെ വീട്ടിൽ നിന്ന് സിനിയും വിളിച്ചിരുന്നു. അവരും കുറച്ച് ടെൻഷനില്ല. ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. നീ എവിടെ നിന്ന്? ഇതെന്താ നിന്റെ കഴുത്തില് ചെറിയ ചോരപ്പാട് പോലെ? ഇവിടെ അല്ലേ? കാര്യമായിട്ട് ചോന്നിട്ടുണ്ടല്ലോ. എന്തെന്നറിയില്ല അച്ഛാ, ശരീരത്തിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ കണ്ടു. കുറച്ചു നേരമായിട്ട് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. എന്തോ അലർജിയാണെന്ന് തോന്നുന്നു. ഞാൻ നവീന് ചായ കൊടുക്കാൻ വേണ്ടി മുറി ചെന്നപ്പോ അവിടെ പാമ്പ്. പക്ഷെ ഞാൻ ശരിക്കും കണ്ടതാ, ശരിക്കും. അതെ, നീ ഇപ്പൊ പുറത്തു പോണ്ട. എന്തുപറ്റി? നീ പറയുന്ന പോലെ എന്തെങ്കിലും അലർജിയോ റിയാക്ഷനോ മറ്റാണെങ്കിൽ നീ തനിച്ച് വണ്ടി ഓടിച്ചു പോയാല് കൂടുകയോ മറ്റോ ചെയ്താലോ? ഇതൊന്നും സാരമില്ല അച്ഛാ. വേണ്ട, നീ ഇപ്പൊ പോണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇത് വലിയ കഷ്ടമാണല്ലോ. അമ്മയെ മുത്തശ്ശി എങ്ങനെ പറഞ്ഞ എനിക്ക് മനസ്സിലാവുമായിരുന്നു. അച്ഛനും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യിക്കും. എന്ത് സാഹചര്യങ്ങള്? അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്? തൽക്കാലം നീ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. എങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട. ഇതെന്തു പറ്റി അച്ഛന്? തങ്കേച്ചിയല്ലേ? അതെ, ഞാനാ വിളിച്ചത്. മോളേതാ? കൃഷ്ണയെ മോക്ക് എങ്ങനെ അറിയാം? തങ്കേച്ചി വാ, ഞാൻ പറയാം.
എനിക്കെന്റെ മോളെ കാണണം. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. എവിടെയാ അവള്? തങ്കേച്ചി, കൃഷ്ണ ഞങ്ങളുടെ വീട്ടിലാണ് നിന്നിരുന്നേ. നിങ്ങളുടെ വീട്ടിലോ? ഹോട്ടൽ മുറിയിലാണെന്നാണല്ലോ അവൾ എന്നോട് പറഞ്ഞേ. അല്ല, ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ വീട്ടില്? പരിചയമുണ്ട്. എന്നെയല്ല, എന്റെ ഭർത്താവിന്. തങ്കേച്ചിയും അറിയും. ഞാനറിയോ? അതെ. നാട്ടില് ദുബായ് ഗോപാലൻ എന്ന് പറഞ്ഞ ഒരാളില്ലേ? ഉണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഇവിടെ എങ്ങനെ? അത് ചേട്ടന്റെ പാസ്പോർട്ടിന്റെ ഒരു കാര്യമായിട്ട് ഇവിടെ തങ്ങേണ്ടി വന്നതാ. അതൊക്കെ പിന്നെ ഞാൻ തങ്കേച്ചിയോട് പറയാം. അല്ല, കൃഷ്ണ നിങ്ങളുടെ വീട്ടിലായിരുന്നെങ്കിലേ പിന്നെന്തിനാ ഉണ്ണിമായെ വിളിച്ച് കൃഷ്ണയെ ചോദിച്ചേ? എന്താ എന്റെ മോക്ക് പറ്റിയേ? കൃഷ്ണ ആ ചിട്ടിക്കാരി സുന്ദരിയെ തിരക്കി നടക്കായിരുന്നു. ഇന്ന് രാവിലെയും കൂടി ഗോപാലേട്ടന്റെ കൂടെ അവള് പുറത്തു പോയതാ. പക്ഷെ ഈ നേരമായിട്ടും രണ്ടുപേരും തിരിച്ചു വന്നിട്ടില്ല. രണ്ടുപേരെയും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. കൃഷ്ണ അങ്ങോട്ട് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചേ. എന്തൊക്കെയാ നിങ്ങളീ പറയുന്നേ? അതെ, എന്റെ കൃഷ്ണമോക്ക് എന്തെങ്കിലും പറ്റിയാല്? തങ്കേച്ചി പേടിക്കാതിരിക്കേ. എന്തായാലും വന്നല്ലോ, കൃഷ്ണയെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എനിക്ക് കൈയും കാലും വിറച്ചിട്ട് വയ്യ. ഇന്നലെ മനസ്സിലൊരു ഇടിമിന്നൽ പോലായിരുന്നു. അവക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നൊരു. തങ്കേച്ചി വായോ, നമുക്ക് അവളെ കണ്ടുപിടിക്കാം. ഭഗവാൻ അവളുടെ കൂടെ ഉണ്ടാവും. ഈശ്വര. അമ്മേ, ക്ഷേത്രത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അമ്മ ഇന്നെ മടങ്ങിയെത്തുവതോ? ഉടനെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ കാര്യം? ഇന്നിവിടെ ഒരു സംഭവം നടന്നു. സർപ്പദോഷം കളരിക്കലേക്ക് കയറി വരുന്ന പെൺകുട്ടികളെ മാത്രമേ ബാധിക്കൂ എന്നല്ലേ നമ്മൾ ഇതുവരെ കരുതിയത്. പക്ഷേ നവീനിന് ശാപത്തിന് ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. നവീന്റെ ദേഹത്തൊരു പാമ്പ് ഇഴയുന്നു എന്നും പറഞ്ഞ് കീർത്തി ബഹളമുണ്ടാക്കി. നവീന്റെ ദേഹത്ത് ചില പാടുകൾ കണ്ടു തുടങ്ങി. നമുക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ഒരുപാട് രഹസ്യങ്ങൾ ഈ തറവാട്ടിലുണ്ട്. ജീവൻ തന്നെ പോയാലും അത് മറ്റാരും അറിയരുതെന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എത്ര കാലത്ത് മറച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മയുടെ മുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ മഹാരഹസ്യം എത്ര കാലം അങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. വല്ലാത്തൊരു ഭയം തോന്നുന്നു അമ്മേ. എന്തായാലും ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ അമ്മ പെട്ടെന്ന് വരണം. കാര്യമായെന്ന് ആലോചിക്കാനുണ്ട്. ശരി മോനെ. ഞാൻ ഫോൺ വെക്കാം. എന്താണ് രഹസ്യം? അമ്മാവനും മുത്തശ്ശിക്കും മാത്രം അറിയാവുന്ന എന്തോ ഒരു മഹാരഹസ്യം മുത്തശ്ശിയുടെ മുറിയിലെ അലമാരയിലുണ്ട്. നേരെ പോയി അമ്മയോട് പറഞ്ഞാലോ? വേണ്ട, അമ്മയുടെ എടുത്തുചാട്ടം എല്ലാം നശിപ്പിക്കും. അതെന്താണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കും.